ഹലോ ഗുഡ് മോർണിംഗ്. ദേ നമ്മുടെ കപ്പ രാവിലെ നമുക്ക് ചെണ്ടൻ കപ്പയും കാന്താരി ചമ്മന്തിയുമാണ്. കപ്പ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുവാണ്. അമ്മച്ചി ചമ്മന്തി അരക്കണ്ട നമുക്ക്. ഓക്കെ ഇന്നലെ എടുത്തത് ഇടുന്നു. നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്നൊക്കെയുള്ള പറച്ചിൽ കേട്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഒട്ടും സപ്പോർട്ടിങ് ഇല്ലാണ്ട്. ഒരു കരള് കണ്ടത് ഞാൻ ഈ സൈഡിലേക്ക് മാറ്റി വെച്ചതാട്ടോ എനിക്ക് തിന്നെ. അമ്മച്ചിയുടെ കൈ കൊണ്ട് നല്ല അടിപൊളി മുളക് ചമ്മന്തി അരയ്ക്കാൻ പോവാ. ഇതിനകത്ത് എന്തൊക്കെയാ അമ്മച്ചി ചേർക്കണ്ടേ? കാന്താരിന്റെ കാന്താരിയാ നല്ലത് അല്ലേ? മുളക്, ഉള്ളു, ഉപ്പ്. അപ്പൊ പുളി വേണ്ട? പുളി വേണം. ആണോ? ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയില്ലേ? അത് അമ്മച്ചിക്ക് ഇത് അസുഖമായിട്ടേ ഇത് പോയതാ, തൊലി പോയതാ. അണ്ടിക്കീരി കറിയെന്ന് വെച്ചോ കേട്ടോ. എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇരട്ടപ്പേരുണ്ടായിരുന്നത് അണ്ടിക്കീരി എന്നാട്ടോ. ചിരിയിട് കേട്ടോ. കഴുകുന്നുണ്ടോ അമ്മിക്കുട്ടീനെ? അയ്യോ, ഇതിന്റെ പേര് ഇപ്പോഴും അറിയാത്തവരുണ്ട് അമ്മച്ചി. കഴിഞ്ഞ ദിവസം ആമിമോളോട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഇവിടെ പൈസ കൊടുത്തില്ല, അരി ആട്ടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഗ്രൈൻഡർ ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ആട്ടുകല്ല് ഉണ്ടാവുന്നു. അപ്പൊ അതെന്താ ആട്ടുകല്ല് എന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്ക് അറിയില്ല ഇന്നത്തെ കാലത്ത്. ഉപ്പ് കുറവാന്നായിരിക്കും. മുളക് ഒത്തിരി തിന്നു വരുമ്പോ കളയേണ്ടി വരുമോ? ഇല്ല. ആ മിക്സിയിൽ തളിച്ചാൽ മതിയായിരുന്നു. അമ്മച്ചിയോ ന്യൂജനായോ? പിന്നെ ഇതിനല്ലേ രുചി. അമ്മച്ചിക്ക് വന്നു വർത്താനം പറയാൻ പേടിയായി. എന്റെ ക്യാമറ അടുത്ത് കൊണ്ടെന്ന് അമ്മച്ചി വർത്താനം പറയുന്നില്ല പാവം. അമ്മച്ചി പിള്ളേരെ കുറെ നേരമായി ഭക്ഷണം കഴിക്കാൻ വിളിച്ചോണ്ടിരിക്കുവാണേ. അമ്മച്ചിക്ക് പിള്ളേര് ഭക്ഷണം കഴിക്കാൻ വരാനിട്ട് സങ്കടപ്പെട്ടിരിക്കും. എല്ലാ അമ്മമാരും അങ്ങനെയാ. പേരക്കുട്ടികളും മക്കളൊക്കെ മര്യാദയ്ക്ക് വന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മച്ചിക്ക് സങ്കടം. പ്രത്യേകിച്ച് താഴെ മിനിച്ചേച്ചി ഇല്ലാത്ത കാരണം മിനിച്ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് അതിന് ടെൻഷൻ വേണ്ട. മിനിച്ചേച്ചിയുടെ അടുത്ത് നാളെ എല്ലാവരും ഫുഡൊക്കെ ഇല്ലാത്തതുകൊണ്ട് അമ്മച്ചിക്കാണ് ഡ്യൂട്ടി. ചെണ്ടൻ കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തി, ഉണക്കമീൻ. ഇത് എനിക്ക് വേണ്ടി ഇന്നലെ വറുത്ത ഉണക്കമീൻ്റെ ബാക്കിയാട്ടോ. അച്ചാറ്. പിന്നെ ഇതാ നമ്മുടെ ഹൈലൈറ്റ്. ഞാൻ വെളിച്ചത്ത് വെച്ച് കാണിച്ചതല്ലേ. യൂട്യൂബ് വീഡിയോ നിർത്തിന്ന് പറഞ്ഞാലും കുറെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് വീഡിയോ നിർത്താൻ ഇപ്പൊ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിർത്തല്ലേ എന്നൊക്കെ. സത്യമായിട്ട് കമന്റ് ബോക്സ് ഓൺ ആക്കി. ഓക്കെ എന്ത് ഇതിനെക്കണ്ട ഇതൊക്കെ എന്താ ചെയ്യാ? രണ്ട് തല ഒരു തല തല്ലിപ്പൊട്ടിക്കായിരുന്നു. രണ്ട് തല ദൈവം തരാത്ത വെറുതെ ഒന്നല്ല. ആയിക്കോട്ടെ. വൈബ് കറികള് കരളും നെയ്യൊക്കെ കിട്ടുന്നതിന് ഇങ്ങോട്ട് ഇട്ടോട്ടോ. വെള്ളക്കാപ്പി ഇങ്ങടത്തെ. അയ്യോ, വെള്ളം നേരത്തെ ഇട്ടതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. ഗ്ലാസ് ഉണ്ടോ? എല്ലാരും ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴൊരു വൈബ് ഉണ്ടല്ലോ മക്കളെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഗോപ്രോയിൽ മറ്റേത് കയറുന്നതിന് മുമ്പ് വേഗം സാരല്ലോ. അവിടെ തന്നെ വെച്ചാൽ അതിന് മേളില് അതിന് മേലെ വീഴും. ആണോ? എനിക്കും തോന്നി സൂപ്പർ. അത് ചമ്മന്തി മുക്കിട്ടാ ഇന്നലത്തെ പോലെ. ഇനി വെള്ളക്കാപ്പിയും കൂടെ വരാണ്ട്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അമ്മിമോളെ. വൈബാ. വെള്ളക്കാപ്പി ഓക്കെ. അമ്മച്ചിക്ക് കപ്പ
ഇന്നലെ പറഞ്ഞത് ഞാൻ കൊടുത്തില്ലേ? ഞാൻ അമ്മച്ചിക്ക് ഇത്തിരി സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ്. തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഹെവി സാമ്പാറൊന്നുമല്ല, സാധാ ഡ്യൂപ്ലിക്കേറ്റ് സാമ്പാർ. നമ്മൾ നേർച്ച സ്ഥലത്തൊക്കെ പോകുമ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന കിട്ടുന്ന സാമ്പാറില്ലേ, അതുപോലത്തെ ഒരു സാമ്പാർ. ഉണക്കമീനാണ്. നല്ല എന്ത് മീനാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഉണക്കമീൻ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഭാഗത്തേക്കൊക്കെ ഇതൊരു ഗ്രാമപ്രദേശം കേട്ടോ. ഇവിടത്തേക്കൊന്നും അധികം എപ്പോഴും മീനും കാര്യങ്ങളൊന്നും വരില്ല. എനിക്കിവിടെ വരുമ്പോൾ എപ്പോഴും ഞാൻ അമ്മച്ചിനോട് പറയും എനിക്ക് ഉണക്കമീൻ മതി, ഉണക്കമീൻ മതി. ഉണക്കമീനൊക്കെ കഴുകി എടുക്കട്ടെ. അമ്മച്ചി എത്ര വേണം ഉണക്കമീൻ? ഇത് മതിയോ? അങ്ങനത്തെ കണക്കൊന്നുമില്ല, നിന്റെ ആവശ്യത്തിന് ആണോ? അങ്ങനെയല്ല, എനിക്ക് സാധാരണ എത്ര വറക്കുന്നതെന്ന് അറിയില്ല. ഇത് എടുക്കാം, വെള്ളം ഒഴിച്ചു പോയില്ലേ? ഞാൻ ശ്രമിച്ചു നോക്കിയിട്ട് ഉണക്കമീൻ മുറിക്കാൻ എൻ്റെ കൈ കൊണ്ട് പറ്റുന്നില്ല. അമ്മച്ചീനെ തന്നെ ആശ്രയിച്ച്. ഞാൻ ഈ പരിക്കകത്ത് വെച്ച് നീ ഉണ്ടാക്കിയതാ. പുറത്തു കൊണ്ടുപോയിട്ടാ? മീനെ ഇറച്ചി ഇറച്ചി മരിച്ചാലും അവിടെ കൊണ്ടുവച്ച് നോക്കുന്നത്. അവിടെ കൊണ്ടുപോ. എല്ലാം പരിക്കകത്ത് ഒന്നും ആക്കിയതാ. കൈ വാരി എല്ലാം എടുത്തുകൊണ്ട് പരിക്കകത്ത് നമുക്ക് പുറത്തുകൊണ്ടുപോകാം. ഇനിയിപ്പോ എടുത്തില്ല. നല്ല ചോറാവുന്നുണ്ട് കേട്ടോ. ഒക്കെ വിറകടുപ്പയിലാണേ. അമ്മച്ചി ചോറ് വെന്തില്ലല്ലോ അല്ലേ? വെന്തില്ല, കുറച്ചു നേരം കൂടെ വേണം. എനിക്കിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറത്ത് അടുപ്പ് വെച്ച്, അകത്ത് ഇഷ്ടം മോൾക്ക് അടുപ്പുണ്ടേ, ഗ്യാസ് സ്റ്റവും എല്ലാം ഉണ്ട്. പക്ഷേ ഈ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ടെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അടുത്താണെങ്കിൽ വിറകിന് ക്ഷാമമാണ്. ഇവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ റബ്ബറൊക്കെ എപ്പോഴും മഴയത്ത് ഒടിഞ്ഞ വിറകും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതും പിന്നെ നിലത്തിരുന്നിട്ട് ഇതുപോലെ നമ്മുടെ സാമ്പാർ ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളക്കുക കേട്ടോ. ഇതെന്തിനാ? അപ്പം ഞങ്ങൾ കാൻ്റെക്കൊല്ലി വീട്ടിൽ നിന്ന് മെല്ലെ ഇറങ്ങാനോട്ടോ. ഇന്നലെ വന്നതാണ്, ഇന്ന് തന്നെ തിരിച്ചു പോകണം. കാരണം നാളെ ജോൺസേട്ടൻ കടയില്ലേ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ടാട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നേ. നല്ല വലിയ സ്ലൈസ്. ഇത് സാൻഡ്വിച്ച് ബ്രെഡാണ്. ഇത് ഞങ്ങളുടെ പലഹാരപ്പെട്ടി. പലഹാരപ്പെട്ടിയിൽ എന്തൊക്കെയല്ലേ നോക്കട്ടെ. ബിസ്ക്കറ്റുകൾ, പാർലിജി ബിസ്ക്കറ്റ്, ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ നേരത്ത് ഓരോ മനുഷ്യരെ കൊണ്ട് മടുത്തു. ഇതൊക്കെ ഞങ്ങൾ കൽപ്പറ്റേന്ന് കൊണ്ടുതന്നെയാണ്. ലഡു, 2 കളർ ലഡു ഉണ്ട്. എന്നെ വീഡിയോ എടുക്കാൻ ഇവര് സമ്മതിക്കുന്നില്ല, ഒരു രക്ഷയില്ല. അപ്പൊ ഞങ്ങൾ നല്ല ഇവിടെ നിന്ന് ഇറങ്ങാണ്. ജോൺസേട്ടാ ഇതാ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. ചായ കുടിച്ചിട്ടാണ് ഇറങ്ങാൻ വേണ്ടിട്ട്. ഹലോ,
അപ്പം ഞങ്ങൾ കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ ചാച്ചനും അമ്മച്ചിക്ക് ഒത്തിരി സങ്കടമാണ്. കാരണം സാധാരണയാകുമ്പോൾ നമ്മൾ തിരിച്ചു വന്നാലും ബെന്നിച്ചേട്ടനും മാമിയും മിൻചേച്ചിയും അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആരുമില്ല, അവരൊറ്റയ്ക്കാണ്. ഭയങ്കര സങ്കടമാണ്. ഓക്കെ, നമുക്കിവിടെ ഒരു കാഞ്ഞിരക്കൊല്ലി പള്ളി ഉണ്ട് കേട്ടോ, നമ്മുടെ ഇടവക പള്ളി. ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് കയറണം. അവിടെ ഒന്ന് കയറി മിൻചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് പോകാൻ. ആമിമോള് ഉരുട്ടിയിട്ട വാലം പറയണ്ടെന്ന് വിചാരിച്ച ആമി ഓർമ്മിപ്പിച്ചപ്പോൾ പറഞ്ഞോളാം. ഭയങ്കര കോടയാണ്. എന്നിട്ട് ചേച്ചി ഭരിച്ച ചേച്ചി ഇപ്പം ഉണ്ടാവും. പള്ളി ക്ലോസ്ഡാണ്. അപ്പം ജസ്റ്റ് നമ്മൾ ഇവിടെയാണ് തിരി കത്തിക്കുന്നത്. ക്ലോസ് ചെയ്തിട്ടേക്കോ. മഴ പെയ്യുന്നുണ്ട്. ഓപ്പണാണ്. നമുക്ക് ഈ കൽവിളക്ക് കത്തിക്കണേ. ഇത് കഴിഞ്ഞിട്ട് രാവില്ലാണ്ട് അവിടെ തിരി വെച്ചിട്ട് പോയാലോ നമുക്ക്. പള്ളിയുടെ പടികളാണ് കേട്ടോ ഇതൊക്കെ. ഭയങ്കര മഴയാണ്, കോടയുണ്ട് കണ്ടോ. നമുക്ക് എത്ര മഴയത്തും മിനിച്ചേച്ചിക്ക് വേണ്ടി തിരി കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ. ഹലോ, അപ്പോൾ എൻ്റെ ഫോണിന് ചാർജ് തീരാനായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ കാഞ്ഞിരക്കൊല്ലി വീട്ടിൽ നിന്ന് ഇതിലെടുത്ത് റേഞ്ചിലെടുത്ത് കൊണ്ടുപോയി ഫോൺ വെച്ചിട്ട് ചാർജിന് കുത്താൻ മറന്നു കേട്ടോ. അപ്പോൾ 24% ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് കാറിന്ന് കുത്താന്ന് ഓർത്തിരുന്നപ്പോൾ ആ കേബിൾ എനിക്ക് സപ്പോർട്ട് ആവുന്നില്ല. അപ്പോൾ ഇവരൊക്കെ എന്നെ ഭയങ്കരമായും കളിയാക്കി കുറേ അങ്ങെത്തിയപ്പോൾ ഒരാൾക്ക് പണി കിട്ടി. ഒരാൾക്ക് പൂട്ട് തുറന്നപ്പോൾ പൂട്ടിൻ്റെ ബാക്ക് ഡോറും മുതുകത്ത് കുത്തി. പിന്നെ അടുത്ത ആൾ കളിയാക്കി കുറച്ചുകൂടെ മുന്നേറിയപ്പോൾ ദേ മാല മറന്നു വെച്ച് തിരിച്ചെടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 1K വ്യൂസ്. പക്ഷെ എന്റെ വ്യൂവേഴ്സ് എന്റെ ചങ്കാണ്. ചങ്ക് കാണുന്നവരൊക്കെ എന്റെ ചങ്കാണല്ലേ. അവർക്ക് ഒന്നും പറയുന്നില്ല. നോക്ക്, 10 കിലോമീറ്ററോളം തിരിച്ചു വന്ന് ഇവിടെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ചാച്ച ചോദിക്കാം എന്തേ കാര്യം പഠിക്കാൻ മറന്നിട്ടാണോ തിരിച്ചെന്നു. കാര്യം പഠിക്കാൻ മറന്നിട്ടാണോ തിരിച്ചെന്നു. ശരിക്കും ഒരേ ബുദ്ധി. നേരത്തെ കൊച്ചിനപ്പുറത്ത് അമ്മണിയമ്മ കരിമ്പുണ്ട് കൊടുത്തിരുന്നേ, അതെടുക്കാൻ മറന്നിട്ടാണോ തിരിച്ചു വന്നേ നാമി. 15 കിലോമീറ്റർ. ഹലോ, അപ്പൊ നമ്മൾ മാലയൊക്കെ തിരിച്ചെടുത്ത് പോവുകയാണേ. അപ്പൊ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പക്ഷെ ഏഞ്ചലൊരു പുതിയ കണ്ടുപിടുത്തം നടത്തി. ഇത് രണ്ട് സൈഡും സി ടൈപ്പ് കേബിളാണ്. ഏഞ്ചലിന്റെ ഫോണിലും എന്റെ ഫോണിലും ആയിട്ട് കണക്ട് ചെയ്തപ്പോ എന്റെ ഫോണിലേക്ക് ചാർജ് കയറുന്നുണ്ട്. താങ്ക് യു ഏഞ്ചൽ. ഇത് ഏഞ്ചൽ പറഞ്ഞിട്ടുണ്ട് അവളുടെ ബുദ്ധി കൂർമ്മതയെ പറ്റി ഇടുന്നത്. അപ്പൊ താങ്ക് യു ഏഞ്ചൽ. അല്ലല്ല, പറഞ്ഞിട്ടില്ല തിരിച്ചു വാങ്ങുന്നത്. ഇല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. പുതിയൊരു കണ്ടുപിടുത്താട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്താൽ വേണ്ട ഇനി ഞാൻ പറയില്ല. അപ്പം പള്ളിയിലൊക്കെ പോയി ഞങ്ങളിപ്പോൾ തിരിച്ച് പോവുകയാണ്. 2 മണിക്കൂർ എടുത്തും കേട്ടോ. അല്ല, 2 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ വേണ്ടി. ജോൺസേട്ടായിക്കും ഒരു വലിയ സുഖമൊന്നുമില്ല, ബെന്നിച്ചേട്ടനില്ലാതെ. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ അങ്ങനെ. ഞാനിവിടെ വന്ന കാലം തൊട്ട് ബെന്നിച്ചേച്ചിയുണ്ട്, ബെന്നിച്ചേട്ടനുണ്ട്, അമിമോളുണ്ട്. ബെന്നിച്ചേട്ടൻ മിലിറ്ററിയിലായിരുന്നെങ്കിൽ പോലും നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ അതിലെ അധികവും വരിക. എപ്പോഴും ബെന്നിച്ചേട്ടനുള്ള സമയത്ത് തന്നെയാണ് ഞങ്ങൾ അധികം വരാറ്. ചാച്ചനെ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫുൾ എന്താ പറയുക, ബെന്നിച്ചേട്ടനെയും മിനിച്ചേച്ചിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം. അപ്പം ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ എന്ന് ബാക്ക് എന്ന് പറഞ്ഞു. കാരണം ഞാനിത് വൈൻഡപ്പ് ചെയ്തിട്ട് വേണം അവർക്ക് പാട്ട് വെക്കാൻ വേണ്ടി. അതിനാണ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഐ എം സൈനിങ് ഔട്ട്. ബൈ, ടേക്ക് കെയർ.